ഇത് 60 രൂപയുടേതാണ്. നമ്മുടെ ബോൺ ബേബികൾക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സാണിത്. 13 രൂപയുള്ളൂ ഇതിന്റെ വില. 13 രൂപ. ഫ്രണ്ട് ഒരു 95 ഉള്ളു ഇതിന്റെ വില. ഇത് 5 കളറ് 5 സ്റ്റൈല്. നേരത്തെ നിങ്ങൾ കണ്ട ഈരോട് ASPയുടെ ഫുൾ കളക്ഷനൊക്കെ അവിടെയായിരുന്നു കണ്ടത്. അതിൻ്റെ ഓവർലോഡ് സ്റ്റോക്കുകൾ വെക്കുന്നത് ഈ കടയിലാണ്, ഈ ഗഡൗണിലെയാണ്. ഈ ഗഡൗണിലെ പ്രത്യേകിച്ച് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൻ്റെ ടീഷർട്ടില്ലേ, ഷോറൂമിൽ വിൽക്കാൻ കഴിയുന്ന ടീഷർട്ടൊക്കെ ഇങ്ങനെ ബോക്സ് ഐറ്റങ്ങളാണ്. ഇത്തരത്തിലുള്ള ബോക്സ് ഐറ്റങ്ങൾ സിംഗിൾ കാറ്റലാഗ്, ഇങ്ങനെ കാറ്റലാഗ് പീസൊക്കെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണ്. അതല്ലാത്ത വൺലി ഇന്നർ വേഴ്സ് എന്ന് പറയുന്നത്, ഇന്നർ വേഴ്സിലെ പ്രൊപ്പക്സ് ടെക്സ്പ്രോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡാണ്. ഈ ബ്രാൻഡിൽ ഈ ഇരിക്കുന്ന ചെറിയ കൊച്ചുങ്ങൾ വലിയ ആൾക്കാർ വരെ, ലേഡീസ് ആൻഡ് ജെൻസ്, ബോയ്സ് ആൻഡ് ഗേൾസ്, ഇത്തരത്തിലുള്ള എല്ലാ സാധനവും ഇത് ഹോൾസെയിലാണ്. റീറ്റെയിൽ ഒന്നല്ല, ഓൺലി ഹോൾസെയിൽ. ഇന്നേഴ്സും ബോക്സ് ഐറ്റങ്ങളായിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന കണക്കുള്ള കുപ്പിയിലൊക്കെ ടീഷർട്ട് അടച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ 130 രൂപ 119 രൂപ ഈ റേഞ്ചിലുള്ളതാണ് കേട്ടോ. ഇത്രയും കുറേ സാധനങ്ങൾ ഈ കടയിലുണ്ട്. അവിടെ നിങ്ങൾ വന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാസ്റ്റ്ലിയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും, നിങ്ങളെടുക്കാം. എന്നിട്ട് ഇത്രയും നേരം നിങ്ങൾ പാൻറ്റൊക്കെ കണ്ടായിരുന്നു. പാൻറ്റ് എന്ന് പറഞ്ഞാൽ ലോയർ എന്ന് പറയുന്നത്, നൈറ്റ് പാൻറ്റ് എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ലേഡീസിന് എന്തൊക്കെ ഉണ്ടോയെന്ന് നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടാവും. എന്തായാലും ഒരു കടയ്ക്കകത്ത് കയറി കഴിയുമ്പോൾ ലേഡീസിന് പ്രത്യേകിച്ച് വേറെ ഒരു കടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. ലേഡീസിന് പറഞ്ഞാൽ ഈ ടൈപ്പിൽ ഇത് കണ്ട, ഇത് പാൻറ്റും ടോപ്പും കൂടിയുള്ളത് ഇങ്ങനത്തെ ടൈപ്പിൽ ചെറിയ കൊച്ചുങ്ങൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരാണ്ട്. ചെറിയ കൊച്ചെന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ തുടക്കമാണ് ഇങ്ങനത്തെ സ്റ്റൈൽ വരും കേട്ടോ. ഇങ്ങനെ സെയിം പാട്ടം ടു പാട്ടം, സെയിം കളറും ഉണ്ട്, അല്ലാതെ പ്രത്യേക ഇതുണ്ട്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വെറും ടീഷർട്ട് തന്നെ വേണം എന്നുള്ളത് ഈ ടീഷർട്ട് മാത്രം. ഇത് 60 രൂപയുടേതാണ്. അതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കണ്ടത് ഇത് 200 രൂപ കേട്ടോ. 200 എന്നാൽ വലിയ സൈസ്, 115 മുതൽ തുടക്കമാണ്. ഇത് 60 രൂപയുടെ സാധനം. അത് കണ്ടോ, ഇതിൽ 10 കളറ് 10 സ്റ്റൈൽ വരും, 10 പ്രിൻ്റാണ് കേട്ടോ. ഇങ്ങനെ ലേഡീസിൻ്റെ സാധനങ്ങൾ കുറേ ഉണ്ട്, എല്ലാ സാധനങ്ങളും കൂടെ. ഇത് ഈ 90 എന്ന് പറയുന്നത് 90, 92, 100, 120 ഈ റേഞ്ചിലാണ്. ഇത് കണ്ട നല്ല ഒന്നാം തരം സ്റ്റൈലാണ്. കേരളത്തിലെന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന പയ്യന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചിക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഇത് കണ്ട. ഇതൊക്കെ ഷോറൂമിൽ ചെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ 300, 350 ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 92 ഹോൾസെയിൽ മാത്രം, റീറ്റെയിൽ അല്ല. റീറ്റെയിൽക്കാർ ആരും ഓണീസിന് വേണ്ടി വിളിക്കേണ്ട. പ്രത്യേകിച്ച് നമ്മൾ ഓൺലി ഹോൾസെയിലാണ്. കടക്കാർ അല്ലെന്നുണ്ടെങ്കിലും എടുത്ത് കൊണ്ടുപോയി നമുക്ക് ഹോൾസെയിൽ ചെയ്യാമെന്നുള്ളവർ മാത്രം വിളിച്ചാൽ മതി. ഇത് മോഡലൊക്കെ കണ്ട. ഇതൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് എല്ലാ സ്റ്റൈലും ഉണ്ട്. അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ 5 കളറാണ്. ഇത് മേട്ടി പ്രിൻ്റ് എന്ന് പറയും. പ്രിൻ്റ് ഒരു 95 ഉള്ളു ഇതിൻ്റെ വില. ഇത് 5 കളറ് 5 സ്റ്റൈല്. ബ്രൈറ്റ് മോഡലാണ്. ഇത് NS ലൈഗ്ര എന്ന് പറയും. NS ലൈഗ്ര എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സാധാരണ ഈ അഡിഡാസ് ഇതെല്ലാം ഇല്ലേ, മറ്റേ സ്പോർട്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 300, 350 ഒക്കെ ആണ്. 400 രൂപ കൂടുതലേ ഉണ്ടാവും. ഇതിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തര സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും. ഇതൊന്ന് കാണുമ്പോൾ തന്നെ അറിയാം, പ്രത്യേകിച്ച് കടയുടെ ഇത്
ഇത് 135 145 ഈ റേഞ്ചിലേ ഉള്ളൂ കേട്ടോ. ഇതിലെ സൈസ് എല് XL XXL 3XL വരെ ഉണ്ട്. ഇത് മിലിറ്ററി ടൈപ്പാണ്. മിലിറ്ററി ടൈപ്പ് നിങ്ങൾ തുണി തൊട്ട് നോക്കി എങ്ങനെ ഉണ്ടോന്നുള്ളത്. ഇതിന്റെ ലൈഗ്രയുടെ സിസ്റ്റമാറ്റിക്. ഈ യഥാർത്ഥത്തിൽ മിലിറ്ററി എന്ന് പറയുന്നത് പോളിസ്റ്ററിലാണ് കൂടുതലും ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഇത് മലേഷ്യ ലോട്ടം എന്ന് പറയും. ആ മലേഷ്യയുടെ തുണി തന്നെ ഒറിജിനൽ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഗോയാണ് കേട്ടോ. ഈ കാർഗോയാണ്. 195 ആണ് ഇതിന്റെ റേഞ്ച്. ഇത് 180. നോർമൽ ഒരു പാന്റ് തൈക്കൂലി തന്നെ കൊടുക്കേണ്ടി വരും 350-400 രൂപ. ഇത് 190 180 ബാക്ക് പാക്കറ്റും സൈഡ് പാക്കറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് കണ്ട, ഇത് ടിൻ എന്ന് പറയുന്നത് 110 രൂപയാണ്. തുണി നോക്കുമ്പോൾ അറിയാം ഇതിന്റെ കട്ടി കൂടിയത് കേട്ടോ. ഉപയോഗിക്കാൻ നല്ല ഇതാണ്. ഓൺലി ഹോൾസെയിൽ റീറ്റെയിൽ അല്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് അതാണ്. ഇത് 65 65. ഇത് 60 ആണ്. ഇത് 67 എന്ന് പറയുന്നത് നമ്മുടെ ലൈഗ്രയാണ് പ്രിന്റ് കേട്ടോ. 6 കളർ വരും. ഒരു പാക്കിങ്ങിനകത്ത് 6 പീസാണ്. ഇത് 65. ഇത് ജോഡിയായിട്ടാണ്? അങ്ങനെ അല്ല, ജോഡിയല്ല, 6 പീസ് ഒരു പാക്ക്. ഒരു പാക്ക് എന്ന് പറയുന്നത് 6 പീസാണ്. 6 പീസ് ഒരു പാക്ക് അങ്ങനെ തന്നെ എടുക്കണം. ഇത് കട്ടൻസ് മോഡൽ. കട്ടൻസ് എന്ന് പറയുന്നത് ഡബിൾ കട്ടൻസ് ആണ്. ഈ ഡബിൾ കട്ടൻസിൽ 60 രൂപയാണ്. കാർഗോ ട്രാക്ക് എന്ന് പറയുന്നത് ഇത്ര 6 പാക്കറ്റ് ഉള്ളതാണ്. ഫ്രണ്ടും ബാക്കും എല്ലാം കൂടെ സൈഡിലും എല്ലാം കൂടെ 6 പാക്കറ്റ് ഉള്ളത് 135 രൂപ കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ലൂപ്പ് നെറ്റിൻ്റെ ആണ്. 95 ഓൺലി. ഇത് കോട്ടൺ 95 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞത് 95 ഓൺലി. ഇത് കോട്ടൺ സാധനമാണ്. ഇത് 4 വേ എന്ന് പറയുന്നത് കേട്ടോ. 4 വേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെളിച്ചു നോക്കാൻ അറിയാം. ഇത് 145 155 160 ഈ റേഞ്ചിൽ MA LA XL XXL 3XL എന്ന് പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട്. ഇതിൽ 6 കളർ ഒരു പാക്കാണ്. അതിൽ തന്നെ ജംബോ എന്ന് പറയും. ജംബോ 4 വേ എന്ന് പറയും. ഇത് 150 കേട്ടോ. 150 എന്ന് പറഞ്ഞാൽ ജിപ്പും കാര്യം കൂടെ എല്ലാം റീബുക്ക്. അത് ഒരു ഡിഫറെൻറ്റ് പ്രിൻ്റൊക്കെ വരും. ഇതിൽ കളർ 6. ഇത് കളർ 6 കളറാണ്. ഇത് 6 കളർ ഒരു പാക്കിംഗ് ആണ്. ഇത് വേണ്ട. ഇത് കൊച്ചുങ്ങൾക്ക്. ഈ കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സ് മുതൽ അടുത്ത് 12 വയസ്സ് വരെ ഉള്ളതാണ്. ഇത് 102 വേ ഉള്ളു. 102 രൂപ. 18 വയസ്സ് വേറെ. അത് ഇതെടുക്കാം നമുക്ക്. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചുങ്ങൾക്ക്. ഇത് കണ്ട. ഓക്കെ. ഇത് അതേ ഇത് തന്നെ സ്റ്റൈൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരേ ഒരു സ്റ്റൈലാണ് ഇതില്. വില എന്ന് പറഞ്ഞാൽ 90 മുതൽ തുടക്കമാണ്. അപ്പോൾ ഒരു 50,000 രൂപ ഐറ്റംസ് നമുക്കിപ്പോ ലോറിയിൽ എത്ര ഏകദേശം ചാർജ്? ഒരു 500 രൂപ 250 തുടക്കമാണ്. മാക്സിമം 500 600 അത്രയേ ഉള്ളൂ. 250 മുതൽ തുടക്കം. ഒരു പാക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു 40 സൈസ് ഒരു പാക്ക്. അതെന്ന് പറഞ്ഞാൽ ഒരു 250-300 രൂപ. ഈ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ വരും. മാക്സിമം ഒരു 500 മാക്സിമം 500 തന്നെ കേരളത്തിൽ. അതായത് 50,000 രൂപ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വില അനുസരിച്ച് ആവറേജ് ഒരു 100 രൂപയുടെ ഐറ്റം ആണെങ്കിൽ ഒരു 500 ഉണ്ടാവും. അപ്പോൾ 500 ട്രാൻസ്പോർട്ടേഷൻ എങ്കിൽ നമുക്ക് ഒരു പീസിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് വെറും 1 രൂപയാണ്. അതായത് ഇവിടെ ഒരു 100 രൂപയുടെ ബനിയന് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് വരുന്നത് 1 രൂപയാണ്. അപ്പോൾ നമുക്ക് ഒരു 30-40% പ്രോഫിറ്റ് ഇട്ട് കടക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടുന്ന് ഒരു 50 രൂപയുടെ ഐറ്റം ആണെങ്കിൽ നമുക്കൊരു 70 രൂപക്ക് കൊടുത്താൽ 40% പ്രോഫിറ്റായി. പിന്നെ നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു 1 മന്ത് ക്രെഡിറ്റ് കൊടുക്കേണ്ടി വന്നാൽ തന്നെ അതിന് 40 എന്നുള്ളത് ഒരു 60% ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യം അവർക്ക് നമ്മുടെ ടേൺ ഓവർ കഴിയുമ്പോൾ ആ ക്രെഡിറ്റ് കൊടുക്കുന്ന പൈസ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നോളും. അതാണ് ആകെയുള്ള ഇഷ്യൂ. പിന്നെ ഇത് ചെയ്യാവുന്ന 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇപ്പോൾ ഒരു വീട്ടമ്മക്കോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോ ഒക്കെ വീട്ടിലിരുന്ന് ഒരു 50,000 രൂപ സ്റ്റോക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അയൽവക്കത്തെ ആളുകൾക്കും ആ ലോക്കൽ ഏരിയകളിലും കൊടുക്കുക. പിന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് ഓൺലൈൻ വഴി ബിസിനസ് ചെയ്യാം. അതായത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം, ഇൻസ്റ്റാഗ്രാമിൽ സെയിൽ ചെയ്യാം, ഫേസ്ബുക്ക്. അതിൽ നിന്ന് അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇരട്ടി പൈസ കൊടുക്കുക. അത് 50,000 രൂപ സ്റ്റോക്ക് എടുത്തിട്ട് 1 ലക്ഷം രൂപ വിൽക്കാം. അങ്ങനെ ചെയ്യാം. അത് ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 50 രൂപ പറഞ്ഞ സാധനം 150 രൂപ വരെ വിൽക്കുക. അത്രയും ക്വാളിറ്റി ഉണ്ട് അല്ലേ അത്യാവശ്യം. അതെ. പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാരി മാത്രമേ ഉള്ളൂ. ഇത് ഹോൾസെയിൽ മാത്രം, റീറ്റെയിൽ അല്ല. റീറ്റെയിൽകാരെ ആരും ഓണേഴ്സിന് വേണ്ടി പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ ഈ ബിസിനസ് ചെയ്യണമെന്നുള്ളവർക്ക് ഫുൾ എൻകറേജും ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തേപ്പിക്കാം. നേരിട്ട് വരുന്നതാണ് കൂടുതലും നല്ലത്. വെറുതെ ഫോണിൽ കൂടി വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാന്ന് പറയുന്നത് അത് അത്ര ഒരു ഇതില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് പറയാൻ. ഇവിടെ വരുമ്പോൾ സാധനങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് ഇംപ്രസ് ആകും. ഈ ബിസിനസ് എന്ന് അതാണ്. പിന്നെ ഈ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഓൺലി വൺസ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് റിട്ടേൺ, എക്സ്ചേഞ്ചും ഇല്ല, ഇതും ഇല്ല കേട്ടോ. ഡാമേജ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും അകത്ത് ഹോൾസ് ബാക്കിയുള്ളത് ഈ നൂലിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഡാമേജ് എന്ന് പറഞ്ഞാൽ അതറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്കറിയാം. അത് നമ്മൾ ഉറപ്പായിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അല്ലാതെ സെയിൽസ് ചെയ്തില്ല, കളർ പോകുന്നില്ല, പയ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ചേഞ്ച് ഇല്ല. അതായത് സാധനം ഇവിടുന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കുക, അത് വിറ്റ് തീർക്കാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതെ, എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ ഇവർ മാറ്റിത്തരും. നിങ്ങൾ എപ്പോഴും കൊണ്ടുവന്നാലും അതിന് പ്രകാരം വേറെ സാധനം അത്രയേ ഉള്ളൂ. ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിലിന് നിങ്ങൾ ASP ഗാർമെന്റ്സ് ഈറോഡ് വന്ന് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക, അത്രയേ ഉള്ളൂ. ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം കൂടെ ഉണ്ട്. വരുന്ന വഴി എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ചേട്ടൻ പറഞ്ഞു തരും. ഇപ്പം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് നടന്ന് വരേണ്ടത്, അല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ വീഡിയോ തന്നെ ഷോർട്ട് വീഡിയോയിൽ കാണിക്കും. അങ്ങനെ വന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഇറങ്ങിയിട്ട് ഒന്ന് വിളിച്ച് എങ്ങനെ വരണം എന്നുള്ളത് നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരും, അത്രയേ ഉള്ളൂ. കടയുടെ ലൊക്കേഷൻ ഷെയർ ചെയ്ത്. അപ്പോൾ ഈ റോഡിലെ ASP ഗാർമെൻറ്റ്സിലെ ഐറ്റംസിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ